എല്ലാ ആണുങ്ങൾക്കും ഈ പറഞ്ഞ പോലെ എല്ലാ വികാരങ്ങളും ഒക്കെ ഉള്ളതാണ്. അതിനകത്തൊന്നും ഒരു തെറ്റുമില്ല. ആ ചെറുപ്പത്തിന്റെ ബലഹീനതയിൽ പലതും ഉണ്ടാവാം. അന്വേഷിച്ച് സത്യമാണെങ്കിൽ അതനുസരിച്ചുള്ള ഒരു ജനങ്ങളുടെ ഇടയിലും യുവാക്കളുടെ ഇടയിലും നല്ല പരിചിതനായ ആളാണ് രാഹുൽ മാങ്കൂട്ടം. അപ്പോൾ ഇന്ന് നമ്മൾ ചോദിക്കാൻ പോകുന്നത് രാഹുൽ മാങ്കൂട്ടത്തെ കുറിച്ചാണ്. അദ്ദേഹം രാജിവെക്കണോ വേണ്ടയോ എന്ന് ജനങ്ങളുടെ അഭിപ്രായമാണ് നമ്മൾ അറിയാനായിട്ട് പോകുന്നത്. ഒരു കാരണവശാലും വെക്കാൻ പാടില്ല. എന്തുകൊണ്ടാണ്? എന്ത് കാര്യം കിടക്കണ്? രാഹുൽ മാങ്കൂട്ടത്തിനെ കുറിച്ചിട്ട് അങ്ങനത്തെ ഒരു അപവാദം പറഞ്ഞ് പരത്തേണ്ട ഒരു കാര്യമില്ല. എല്ലാ ആണുങ്ങൾക്കും ഈ പറഞ്ഞ പോലെ എല്ലാ വികാരങ്ങളും ഒക്കെ ഉള്ളതാണ്. അതിനകത്തൊന്നും ഒരു തെറ്റുമില്ല. ഏതെങ്കിലും ഒരു പെണ്ണ് എന്തെങ്കിലുമൊക്കെ ഒന്ന് ഈ അവർ തമ്മിലുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിനാണല്ലോ അത്. അല്ലാണ്ട് പിന്നെ വെറുതെ എന്ത് കാര്യം കിടക്കണ്? എനിക്ക് കോൺഗ്രസ്സിൽ ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കോൺഗ്രസ് വിട്ടിട്ട് കുറച്ച് നാളായി. ഞാനിപ്പോൾ വേറെ പാർട്ടിയാണ്. എന്നാലും രാഹുൽ മാങ്കൂട്ടത്തിനെ പോലത്തെ ഒരു മെമ്പർ സത്യം പറഞ്ഞ കോൺഗ്രസ്സിലുണ്ടാകും. ഇത്ര ചെറുപ്പത്തിലെ ഒരു ഞങ്ങായിട്ട് നല്ലൊരു സൂപ്പർ മെമ്പർ. അയാളെയൊക്കെ രാജിവെപ്പിക്കേണ്ട എന്ത് കാര്യം കിടക്കണ്? സത്യം പറഞ്ഞാൽ അയാളെയൊക്കെ പെടുത്തി കളഞ്ഞാണ്. ആരെങ്കിലുമൊക്കെ ആരാണെന്നുള്ളതൊക്കെ എല്ലാവർക്കും അറിയാം, ഇല്ലേ? എല്ലാ പാർട്ടിക്കും അറിയാം അയാളെ പെടുത്തിയത് ഏത് പാർട്ടിയാണെന്നുള്ളത്. ഈ സ്വന്തം കുടുംബത്തിൽ തന്നെ വെട്ടിക്കൊല്ലാൻ ആളുണ്ടെങ്കിൽ പിന്നെ പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ട്? അതൊക്കെ അപ്പോൾ എന്താ ചെയ്യണേ? മറ്റുള്ള ആൾക്കാരത് മുതലെടുക്കും. എനിക്കതിനകത്ത് ഞാൻ സത്യം പറഞ്ഞാൽ രാഹുൽ മാങ്കൂട്ടത്തിനെ കുറിച്ച് ഷാജൻ ചേട്ടൻ മറുനാടുള്ള ഷാജൻ ചേട്ടൻ എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ ഞാൻ ആ വീഡിയോ മുഴുവനും കാണും. കാരണം ആ പുള്ളിക്കാരനെ അത് അത്രയ്ക്ക് ഇതായിട്ടൊക്കെ പറയുള്ളൂ. വേറെ ഏത് ചാനലാണ് പുള്ളിക്കാരനെ കുറിച്ചൊക്കെ പറയണത്? ഇത്ര ചെറുപ്രായത്തിൽ എല്ലാ കാര്യങ്ങളും പച്ചക്ക് തുറന്നു പറയുന്ന ഒരു മനുഷ്യൻ. എനിക്ക് പുള്ളിയൊന്നും രാജിവെക്കണ്ട. എന്ത് കാര്യം കിടക്കണ്? പുള്ളിയൊക്കെ ഇപ്പോഴും പോയി പാലക്കാട്ട് നിന്നാൽ ഇപ്പോഴും ജയിക്കും. ഇനിയിപ്പോൾ ഈ പുള്ളി രാജിവെച്ചിട്ട് വേറെ ഇലക്ഷൻ വന്നിട്ട് പുള്ളി സ്വന്തമായിട്ട് നിന്നാലും ജയിക്കും. രാഹുലൊക്കെ കാര്യം എൻ്റെ പ്രായമില്ല, എന്നാലും നമുക്കൊക്കെ ഒരു പക്ക ഒരു മെമ്പർ. ഒരു കാരണവശാലും രാജിവെക്കണ്ട. ഓക്കെ, രാജിവെച്ചാലും വെച്ചില്ലെങ്കിലും നമ്മൾക്കൊന്നുമില്ല. എല്ലാ രാഷ്ട്രീയ നേതാക്കളും അങ്ങനെയൊക്കെ തന്നെയാണ്. പിന്നെ നമ്മൾക്ക് പണിയെടുത്താൽ നമ്മൾക്ക് ജീവിക്കാം, അത്രേ ഉള്ളൂ. രാഹുൽ മാങ്കൂട്ടം തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് രാജിവെക്കേണ്ടതാണ്. തെറ്റ് അത് നമുക്ക് വ്യക്തമായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. ഇവിടുത്തെ സംഭവങ്ങൾ അങ്ങനെയാണല്ലോ. അത് അന്വേഷിച്ച് തെറ്റുകാരനാണെങ്കിൽ അങ്ങനെ ഒഴിയണം. ഇവിടെ നമുക്ക് നല്ല ആൾക്കാരാണല്ലോ നമുക്കൊരു ജനപ്രതിനിധിയായിട്ട് വേണ്ടത്. അപ്പോൾ അതാണ് എൻ്റെ അഭിപ്രായം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പേരിൽ ഒരുപാട് ആരോപണങ്ങൾ വന്നിട്ടുണ്ട്, പക്ഷെ അതൊന്നും കേസ് ഫയൽ ചെയ്തിട്ടില്ല. അപ്പോൾ അതിനെക്കുറിച്ച് എന്താ പറയാനുള്ളത്? എന്തെങ്കിലും രാഷ്ട്രീയമായിട്ട് എന്തെങ്കിലും ചേട്ടന് പറയാനുണ്ടോ? രാഷ്ട്രീയമെന്ന് വെച്ചാൽ നമുക്ക് രാഷ്ട്രീയം വെച്ച് നോക്കണമല്ല, നല്ല ഒരു ജനപ്രതിനിധി നമുക്കിവിടെ വേണം. അങ്ങേരുടെ പേരിൽ ഒരുപാട് ആരോപണങ്ങളുണ്ട്. അങ്ങനെ ചെറുപ്പമാണല്ലോ. ആ ചെറുപ്പത്തിൻ്റെ ബലഹീനതയിൽ പലതും ഉണ്ടാവാം. അന്വേഷിച്ച് സത്യമാണെങ്കിൽ അതനുസരിച്ചുള്ള ഒരു ഇത് വേണം. അപ്പോൾ അദ്ദേഹം രാജിവെക്കണ്ടെന്നാണോ പറയുന്നത്? രാജിവെക്ക എൻ്റെ തെറ്റുകാരനാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് പറ്റൂലല്ലോ. തെറ്റുകാരനാണെങ്കിൽ രാജിവെച്ചാൽ മതിയാകുള്ളൂ. അന്വേഷിച്ച് കണ്ടുപിടിക്കുക, അത്രേ ഉള്ളൂ. ശരി, രാജിവെക്കേണ്ട പ്രശ്നമേ ഇല്ല. അയാൾ മാത്രം കുറ്റം ചെയ്തിട്ടില്ല. സ്ത്രീയൊന്നും പീഡിപ്പിച്ചിട്ടൊന്നുമില്ല. ഒരു ആരോപണം മാത്രമേ ഉള്ളൂ. ആരോപണം പലവരുടെയും പേരിൽ വരാറുണ്ട്. മുകേഷിൻ്റെ ഒക്കെ പേരിൽ വന്നിട്ട് ഈ ഗവൺമെൻറ് എന്ത് നടപടിയെടുത്തത്? ഇത് നടപടിയെടുത്തില്ല, രക്ഷിക്കുകയാണ് ചെയ്ത. നമ്മൾ പാർട്ടി എന്നതിൽ രക്ഷിച്ചിട്ടില്ല. പുള്ളി ചെയ്തതിനെ തെറ്റി തൽക്കാലം സസ്പെൻഷൻ കൊടുത്ത് നിർത്തിയിട്ടുള്ളൂ. നല്ലൊരു നേതാവാണ്. യുവാക്കളുടെ ഇടയിലും ഒക്കെ നല്ലൊരു നേതാവാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. പാലക്കാട് നിന്ന് സീറ്റ് കൊടുത്ത പുള്ളി വീണ്ടും ജയിക്കും, കുഴപ്പമില്ല. അത്ര പറയാനുള്ളൂ. വേറെ എന്തെങ്കിലും അഭിപ്രായം ഉണ്ടോ? അതായത് പുള്ളിക്ക് ഇപ്പോൾ കേസൊന്നും പുള്ളിയുടെ പേരിൽ വന്നിട്ടില്ലല്ലോ. കേസൊന്നും വന്നില്ല, പരാതി വന്നിട്ടില്ല. അതിലൊന്നും നിലനിൽക്കാൻ സാധ്യതയില്ല. അപ്പോൾ അത് രാഷ്ട്രീയ ഗൂഢാലോചനയാണെന്നാണോ പറയുന്നത്? ഗൂഢാലോചന തന്നെയാണ് പിന്നിൽ. രാഷ്ട്രീയ ഗൂഢാലോചന തന്നെയാണ്. പിന്നെ പുള്ളിയുടെ കൂട്ടത്തിലുള്ളവർ തന്നെ ചില കാര്യങ്ങൾ ഉണ്ടാവും. പുള്ളിയെ കാണിക്കണമെന്നുള്ള പുള്ളി യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡൻ്റൊക്കെയാണ്. അപ്പോൾ അതിൽ നിന്നൊക്കെ മാറ്റം വരാൻ വേണ്ടിയൊക്കെ ചെയ്ത ഗൂഢാലോചനയും ഉണ്ടാവും ഉള്ളി തന്നെ. പാർട്ടി ശക്തമായ നിലപാടെടുത്താണ് പുള്ളീനെ തൽക്കാലം സസ്പെൻഷൻ കൊടുത്ത് മാറ്റി നിർത്തിയേക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിൽ നല്ല നേതാവ് തന്നെയാണ്. അത് വീണ്ടും ജയിക്കാം. എന്നാൽ ജനങ്ങളുടെ ഇടയിലും യുവാക്കളുടെ ഇടയിലും നല്ല പരിചിതനായ ആളാണ് രാഹുൽ മാങ്കൂട്ടം. ജയിക്കട്ടെ, അതല്ലേ നല്ല കാര്യം എന്താണ്? കാരണം എന്താണ്? വെച്ചാൽ ഇപ്പോൾ ഓരോ പ്രശ്നങ്ങൾ അറിഞ്ഞു കേട്ട് ഞാൻ പറയണതാണ്. രാജിവെക്കട്ടെ, അതല്ലേ നല്ലത്. അപ്പോൾ പുള്ളിയുടെ പേരിൽ ഇതുവരെ കേസൊന്നും എടുത്തിട്ടില്ലല്ലോ. അപ്പോൾ അങ്ങനെ നമുക്ക് ഒരാളെ അറസ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഒരാൾ രാജിവെപ്പിക്കാമെന്ന് തോന്നുന്നുണ്ടോ? എല്ലാവരും അഭിപ്രായം അങ്ങനെയാണെങ്കിൽ ഞാനും അതിൽ കൂടുതൽ അത്ര